ലോകവേദികളിൽ ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അനിഷേധ്യമായിട്ടുള്ള സ്വാധീനം വ്യക്തമാക്കുന്ന വികാരനിർഭരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ നഗരം സാക്ഷ്യം വഹിച്ചത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒറ്റവാക്കിൽ പതിനായിരങ്ങൾ അണിനിരന്ന ഒരു സ്റ്റേഡിയം മുഴുവൻ പ്രകാശപൂരിതമായപ്പോൾ അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും കൈകൂപ്പുകയല്ലാതെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. മെൽബൺ മീറ്റ്സ് മോദി പരിപാടിക്കിടെ മാർവൽ സ്റ്റേഡിയത്തിലാണ് ഈ ഹൃദയസ്പർശിയായിട്ടുള്ള സംഭവം നടന്നത്. 30,000-ലധികം വരുന്ന ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദസ്സിനോട് ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തി. തന്റെ സുഹൃത്തായിട്ടുള്ള ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനോടുള്ള ആദരസൂചകമായി മൊബൈൽ ഫോൺ ഫ്ലാഷ് ലൈറ്റുകൾ ഓണാക്കാനായിരുന്നു ആ നിർദ്ദേശം. നിമിഷങ്ങൾക്കകം മോദി മോദി എന്ന മന്ത്രധ്വനികളാൽ വേദി പ്രകമ്പനം കൊള്ളുകയും 10,000-കണക്കിന് മൊബൈൽ ലൈറ്റുകൾ സ്റ്റേഡിയത്തെ പ്രകാശപൂരിതമാക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രവാസികളുടെ ഈ ആവേശത്തിന് മുന്നിൽ വികാരാധീനനായിട്ടുള്ള ആന്റണി ആൽബനീസ് നിറഞ്ഞ കണ്ണുകളോടെ ഇരു കൈകളും കൂപ്പി നമസ്തേ പറഞ്ഞാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു ആവേശഭരിതമായിട്ടുള്ള ആദരവ് അദ്ദേഹം കണ്ടിട്ടുണ്ടാകില്ല. പാശ്ചാത്യ നേതാവ് ഇന്ത്യൻ പ്രഭാവത്തിന് മുന്നിൽ ആദരവോടെ നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും വൈറലായിരിക്കുകയാണ്. സമാനതകളില്ലാത്ത മോദിയുടെ നേതൃത്വത്തെ വാഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ. ആഗോളതലത്തിൽ ഇന്ത്യ നേടിയെടുക്കുന്ന വമ്പൻ മേധാവിത്വത്തിന്റെ വ്യക്തമായിട്ടുള്ള സൂചന കൂടിയായിരുന്നു ഈ ജനസാഗരം. മെൽബണിൽ പ്രധാനമന്ത്രി ആൽബനീസുമൊത്ത് മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മോദിയുടെ ഈ ഒരു ചരിത്ര പ്രസംഗം. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള 18 പ്രധാന തീരുമാനങ്ങളോടെയാണ് ഉച്ചകോടി സമാപിച്ചത്. വെറുമൊരു വൈകാരിക പ്രകടനത്തിനപ്പുറം വലിയ തന്ത്രപരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഈ സന്ദർശനം ഇന്ത്യക്ക് നൽകുന്നത്. 2009-ലെ സുരക്ഷാ കരാറിന് പകരമായി പ്രതിരോധ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള പുതിയ സംയുക്ത പ്രഖ്യാപനം ഇരു രാജ്യങ്ങളുടെയും സൈനിക സഹകരണം പുതിയ തലത്തിലെത്തിക്കും. സമാധാനപരമായിട്ടുള്ള സിവിൽ ആണവോർജ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് ഓസ്ട്രേലിയൻ യുറാനിയം ഇറക്കുമതി ചെയ്യാൻ വഴിയൊരുക്കുന്ന ആണവ സഹകരണ കരാറും ഇതിൽ നിർണായകമാണ്. പ്രതിരോധം, സമുദ്ര സുരക്ഷ, ഊർജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുകയാണ്. ഓസ്ട്രേലിയയിലെ ഈ ചരിത്ര നേട്ടങ്ങൾക്കും ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണത്തിനും ശേഷം തന്റെ 3 രാജ്യങ്ങളുടെ പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിനായി പ്രധാനമന്ത്രി മോദി ഇപ്പോൾ ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അവിടെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ കരുത്തും സ്വാധീനവും എത്രത്തോളമാണെന്ന് നേരിട്ട് കണ്ടറിയുന്ന കാഴ്ചയ്ക്കാണ് ഈ വിദേശ പര്യടനം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.